മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങളിലൊന്നാണ് പ്രണയവും സൗഹൃദവും. എന്താണ് സ്നേഹമെന്ന് നിർവചിക്കാൻ കഴിയുമോ? എല്ലാ നിർവചനങ്ങൾക്കും എത്രയോ മുകളിലാണല്ലേ പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്ഥാനം. ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ കാണാം. പ്രത്യേകിച്ച് പഠനകാലത്ത് ജാതിയും മതവും നോക്കാതെയാണ് നമ്മൾ ചങ്ങാത്തം കൂടുന്നത്. എന്നാൽ എല്ലാത്തിനെയും മതത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നവരുണ്ട്. കൂട്ടുകാരെ പോലും മതം മാറ്റാൻ നോക്കുന്നവർ. വീട്ടുകാരുടെ നിരീക്ഷണമില്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സ്വാധീനത്താൽ ചിലപ്പോൾ ചതിക്കപ്പെടാം. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനി സാവരിയെ സുഹൃത്ത് സാദുറുൽ മതം മാറ്റാൻ നോക്കിയതാണ്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളിയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഗുരുതരമായ ആരോപണം ഉയരുന്നത്. സാദുറുലിൻ്റെ ലക്ഷ്യം മതത്തിൻ്റെ മറവിലുള്ള പ്രണയക്കെണിയായിരുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴയിൽ നിന്ന് മെഡിക്കൽ പഠനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് യാത്ര പോകുമ്പോൾ മാതാപിതാക്കൾ സാവരിയയ്ക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പഠിച്ചു മിടുക്കിയായ ഒരു ഡോക്ടറാകണം, കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. മലപ്പുറം സ്വദേശി സാദുറുളുമായുള്ള മകളുടെ സൗഹൃദത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴേ വീട്ടുകാർക്ക് പല ആശങ്കകളും ഉണ്ടായി. എന്നാൽ മകൾ വഴിതെറ്റി പോകില്ലെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ മനസ്സിൽ ചതി ഒളിപ്പിച്ചാണ് സാദുറുൽ ചങ്ങാത്തം കൂടിയതെന്ന് തിരിച്ചറിയാൻ സാവരിക്ക് കഴിഞ്ഞില്ല. മതം മാറാൻ അയാൾ പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് കെണി മനസ്സിലായത്. മതം മാറാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ക്രൂരമായ ആക്രമണം, ഒടുവിൽ കൊലപാതകം. സഹപാഠിയായ സാദുറിനെതിരെ ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സാവരിയയുടെ ദേഹത്ത് മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നുവെന്നും റീപോസ്റ്റ്മോർട്ടം വേണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഹരിപ്പാട് സ്വദേശിയായ സാവരിയ ബസന്തിനെ കൊലപ്പെടുത്തിയ സാദുറുൽ അനത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പെൺകുട്ടിയുടെ കുടുംബം ഉയർത്തുന്നത്. സാവരിയയെ മതം മാറ്റാൻ സാദുറുൽ ശ്രമിച്ചുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സാവരിയയുടെ ദേഹത്ത് മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. കാൽ മുതൽ തലവരെ ചതച്ചു. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം അടിച്ചു കൊന്നതൊന്നുമല്ല. സാവരിയയോട് മതം മാറാൻ പ്രതി സാദുറുൽ പലതവണ ആവശ്യപ്പെട്ടുവെന്നാണ് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞത്. ഇത് അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ സാവരിയ അതിന് സമ്മതിച്ചിരുന്നില്ല. അവസാന നിമിഷം എന്താണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ലെന്നാണ് ആ കുട്ടികൾ പറഞ്ഞതെന്നും ബന്ധു ജനീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കാലു മുതൽ തലവരെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ലാപ്ടോപ്പ് കൊണ്ട് ഒരു നിമിഷം കൊണ്ട് അടിച്ചു കൊന്നതൊന്നുമല്ലത്. അപ്പൊ അവരെന്നോട് പറഞ്ഞത് വളരെ ബ്രൂട്ടലായിട്ട്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സംഭവത്തിൽ റീപോസ്റ്റ്മോർട്ടം വേണമെന്നും ഒരു കാരണവശാലും പ്രതി രക്ഷപ്പെടരുതെന്നും പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു. ചെക്കൻ രക്ഷപ്പെടരുത് എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ റീപോസ്റ്റ്മോർട്ടം ചെയ്ത് ഈ കേസ് രണ്ടാകാനും അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. കുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു സാവരിയയും സദറുളും. സാവരിയയും സദറുളും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് പ്രതി പെൺകുട്ടിയുടെ തലയ്ക്ക് ലാപ്ടോപ്പ് കൊണ്ട് അടിക്കുകയായിരുന്നെന്നാണ് വിവരം. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആക്രമണം. തുടർന്ന് പ്രതി തന്നെ സാവരിയയെ അവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ചികിത്സയിലിരിക്കെ സാവരിയ ശനിയാഴ്ച മരിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പിതാവ് ബസന്ത് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ഹരിപ്പാട് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 ആലപ്പുഴ. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ പല സ്ത്രീകളും വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ ചുറ്റുപാടുകളും ഭർത്തൃവീട്ടിലെ ഒറ്റപ്പെടലും അവരിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കാം. അതിൻ്റെ വിവാഹശേഷം ഭർത്താവ് വിദേശത്തേക്ക് പോയാലോ പിന്നെ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. തിരുവനന്തപുരം വർക്കല സ്വദേശിനിയായ നാസിയുടെ മരണത്തോടെയാണ് അവൾ നേരിട്ട മാനസിക പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞത്. കൊല്ലം പരവൂർ സ്വദേശിയുമായി 2 മാസം മുൻപായിരുന്നു നാസിയുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 13 ദിവസത്തിന് ശേഷം ഭർത്താവ് വിദേശത്തേക്ക് മടങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ അറിഞ്ഞത് അവളുടെ മരണവാർത്തയാണ്. വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് ബുധനാഴ്ച വൈകിട്ട് നാസിയ ആത്മഹത്യക്ക് ശ്രമിച്ചത്. നാസിയെ ആദ്യം വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായതിനാൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ പുലർച്ചെയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. റാത്തിക്കൽ നാസിയ മൻസിലിൽ നൌഷാദിന്റെയും സഹീറയുടെയും മകളാണ് നാസിയ.
2 മാസം മുമ്പായിരുന്നു 19-കാരിയായ നാസിയെയും കൊല്ലം പരവൂർ തെക്കുഭാഗം സ്വദേശിയായ അൻസറും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് 13 ദിവസം പിന്നിട്ടപ്പോഴേക്കും അൻസർ ജോലി സംബന്ധമായി കുവൈറ്റിലേക്ക് പോയിരുന്നു. ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നതിനെ തുടർന്ന് നാസിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നാണ് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴി. വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രമായതിനാൽ നിയമ നടപടികളുടെ ഭാഗമായി RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക. തുടർന്ന് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി വർക്കല പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. ആൾക്കൂട്ട ആക്രമണങ്ങൾ കേരളത്തിൽ പുതിയ സംഭവമല്ല. എറണാകുളം പെരുമ്പാവൂരിലാണ് സാക്ഷര കേരളത്തെ നാണിപ്പിക്കുന്ന അതിക്രമം ഒടുവിൽ അരങ്ങേറിയത്. ലഹരി വിൽപ്പനക്കാരെന്ന് ആരോപിച്ച 3 യുവാക്കളെ ആൾക്കൂട്ടം പരസ്യമായി മർദ്ദിച്ചു, നഗ്നരാക്കി തല മുണ്ഡനം ചെയ്തു. കണ്ടന്തറ ഭായി കോളനിക്ക് സമീപത്തെ സോഡ കമ്പനിയിലായിരുന്നു സംഭവം. കേസിൽ നാട്ടുകാരായ ഷമീറും സംഘവും പോലീസിന്റെ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ പേര് പറഞ്ഞ് നിയമം കയ്യിലെടുക്കരുതെന്ന് പലകുറി ആവർത്തിച്ചതാണ് പോലീസ്. എന്നാൽ പെരുമ്പാവൂരിൽ നടന്നത് കൊടും ക്രൂരത. സോഡ കമ്പനിയിലെ സൂപ്പർവൈസർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പെരുമ്പാവൂർക്കാരനായ ആൽവിൻ, അൽഫാസ്, ഗോകുൽ എന്നിവർ കണ്ടന്തറയിലെ കമ്പനിയിലെത്തിയത്. മൂവർക്കും നേരത്തെ ഇതേ കമ്പനിയിൽ ജോലി ചെയ്ത് പരിചയമുണ്ടായിരുന്നു. വൈകിട്ട് 4:30 ആദ്യമെത്തിയ അൽഫാസിനെയും ഗോകുലിനെയും കമ്പനിക്ക് മുന്നിൽ ഷമീറും സംഘവും തടഞ്ഞു. ലഹരി വിൽപ്പനയ്ക്കെത്തിയതല്ലേ എന്ന് ചോദിച്ച മുഖത്തടിച്ചു, മർദ്ദിച്ചു, അസഭ്യം പറഞ്ഞു. ജോലിക്കെത്തിയെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. പിന്നാലെ എത്തിയ ആൽവിനെയും സമാന രീതിയിൽ ഉപദ്രവിച്ചു. തുടർന്ന് കമ്പനിക്കുള്ളിൽ ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്ന ഷെഡിൽ കയറ്റി വാതിലടച്ചു. അകത്തുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരനെ പുറത്താക്കി. വാതിലിന്റെ പട്ടിക വെച്ച് യുവാക്കളെ മർദ്ദിച്ചു. ആൽവിനെയും അൽഫാസിനെയും നഗ്നരാക്കി. തുടർന്നാണ് മൂവരെയും റോഡിലേക്ക് വലിച്ചിഴച്ചിറക്കിയത്. റോഡിന് മുന്നിൽ കുന്തൻകാലിലിരുത്തി. തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിലെ തൊഴിലാളിയെ വിളിപ്പിച്ച് മൊട്ടയടിപ്പിച്ചു. സ്ഥലത്തു നിന്നും ഒരുവിധം ഓടി രക്ഷപ്പെട്ട 3 പേരും ബന്ധുക്കളോട് വിവരം പറഞ്ഞു. പോലീസിന് പരാതി നൽകി. സോഡ കമ്പനിയിലെ CCTV പ്രവർത്തിക്കുന്നില്ല. സംഭവത്തിൽ കലാപം സൃഷ്ടിച്ചതിനും അന്യായമായി സംഘം ചേർന്നതിനും മർദ്ദിച്ചതിനും യുവാക്കളെ തടഞ്ഞുവെച്ചതിനുമടക്കം കേസെടുത്ത പോലീസ് പ്രതികളെ എല്ലാവരെയും പിടികൂടി. കണ്ടന്തറയിൽ തന്നെ താമസിക്കുന്ന ഷമീറിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. എല്ലാവരുടെയും അറസ്റ്റും രേഖപ്പെടുത്തി. മർദ്ദനമേറ്റ ആൽവിൻ നേരത്തെ ലഹരി ഉപയോഗിച്ച കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി മിന്നൽ ഫൈസലിന് സംഭവിച്ചത്. വധശ്രമം, മോഷണം, ലഹരിക്കടത്ത് ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയായ ഫൈസൽ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരണം. കേസിൽ ഇയാളുടെ സുഹൃത്ത് നാവായിക്കുളം സ്വദേശി അൻസിൽ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിൽ മോഷണം മുതൽ പങ്കുവച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവം നടന്ന് 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഫൈസലിന്റെ കൊലപാതക വിവരം പുറം ലോകമറിഞ്ഞത്. ചിറയൻകീഴ്, മംഗലപുരം, ആറ്റിങ്ങൽ, കഠിനംകുളം, ചാത്തന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം, വധശ്രമം, NDPS തുടങ്ങി 26 കേസുകളിലെ പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട മിന്നൽ ഫൈസൽ. ഇയാൾക്കെതിരെ കാപ്പ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഫൈസൽ മുട്ടപ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള ഒരു വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അടുത്ത കാലത്ത് മിന്നൽ ഫൈസലും അൻസിൽ ഖാനും ചേർന്ന് ചിറയൻകീഴ് ഭാഗത്ത് മോഷണങ്ങൾ നടത്തി. ഈ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. തമിഴ്നാട് NDPS കേസിലും കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലും പ്രതിയായ അൻസിൽ ഖാനും ഫൈസലും ഒപ്പം ചേർന്നാണ് മോഷണങ്ങൾ നടത്തിയിരുന്നത്. ജൂൺ 20-ന് അർദ്ധരാത്രി ഫൈസൽ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് ഇരുവരും മദ്യപിക്കുകയും മോഷണം മുതൽ പങ്കിടുന്നതിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് അൻസിൽ ഖാൻ വെട്ടുകത്തി ഉപയോഗിച്ച് ഫൈസലിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്.
ഇതിനുശേഷം പ്രതി അവിടെ നിന്നും കടന്നുകളയുകയായിരുന്നു. മിന്നൽ ഫേസിലെ മരണം കൊലപാതകമാണെന്ന് വെളിവാകുകയും ആര് കൊന്നു എന്നുള്ളത് ഒരു സംശയമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയുമായിരുന്നു. പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു, പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ മോഷണം ഇവർ തമ്മിൽ ഒന്നിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണവുമായി ബന്ധപ്പെട്ട മുതലുകൾ ഡിവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളത്. 11 ദിവസത്തോളം ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല. ജൂലൈ 1 രാവിലെ ഫൈസലിന്റെ വീടിന് സമീപത്തെ പുരയിടത്തിൽ കപ്പ പറിക്കാനായി എത്തിയവർ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. തെളിവുകളൊന്നും ഇല്ലാതിരുന്ന കേസിൽ നിരവധി പേരെ ചോദ്യം ചെയ്തും CCTV ക്യാമറകൾ പരിശോധിച്ചുമാണ് പ്രതിയിലേക്ക് എത്തിയത്. എന്നാൽ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയായി. പ്രതി അൻസിൽ ഖാനെ നാവായിക്കുളത്തു നിന്നാണ് പോലീസ് പിടികൂടിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി BK പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ DYSP G സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ പലപ്പോഴും തെരുവിൽ ഏറ്റുമുട്ടാറുണ്ട്. സാധാരണക്കാരായ യാത്രക്കാരാണ് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. സഹികെട്ട് ചിലപ്പോൾ പ്രശ്നത്തിൽ ജനങ്ങൾ തന്നെ ഇടപെടാറുണ്ട്. ഇടക്കൊച്ചി സ്വദേശി ഷംസീർ ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തിൽ പരസ്യമായി തന്നെ പ്രതികരിച്ചു. അതിൻ്റെ പകയിൽ കണ്ടക്ടർ യാത്രക്കാരൻ്റെ മൂക്കിടിച്ച് തകർത്തു. കേസിൽ ആരൂർ ഇടപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സുൽത്താൻ ബസിൻ്റെ കണ്ടക്ടർ ആലപ്പുഴ നൂറിനാട് സ്വദേശി ശ്രീകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരിൽ പലരും ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരെന്നാണ് ആരോപണം. നടു റോഡിൽ അരങ്ങേറിയത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. വിരലുകൾക്കിടയിൽ നാണയത്തുട്ടുകൾ തിരികെ വെച്ചാണ് കണ്ടക്ടർ ശ്രീകുമാർ യാത്രക്കാരനായ ഇടക്കൊച്ചി സ്വദേശി KB ഷംസീറിന്റെ മുഖത്തടിച്ചത്. ഷംസീറിന്റെ മൂക്കിന്റെ പാലം തകർന്നു, വലത് കവിളിനും മുറിവേറ്റു. ഷംസീർ സഞ്ചരിച്ചിരുന്ന NPS എന്ന ബസ്സിലെ കണ്ടക്ടറെ സുൽത്താൻ ബസിന്റെ ഡ്രൈവർ അനുരാജ് ഇടിവള കൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇയാൾ ഒളിവിലാണ്. പ്രതിക്കായി പാലാരിവട്ടം പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ദേശീയപാതയിൽ വൈറ്റിലേക്കും പാലാരിവട്ടത്തിനുമിടയിൽ അക്രമം അരങ്ങേറിയത്. ചളിക്കവട്ടത്തെത്തിയപ്പോൾ സുൽത്താൻ ബസ് NPSന് കുറുകെയിട്ട് വഴി തടയുകയായിരുന്നു. വാക്കുതർക്കത്തിനിടയിൽ സുൽത്താനിലെ ഡ്രൈവറായ അനുരാജ് ഇടിവള ഉപയോഗിച്ച് NPS ബസ്സിലെ കണ്ടക്ടർ സനീഷിന്റെ തല ഇടിച്ചു പൊട്ടിച്ചു. സനീഷ് ബോധമറ്റു വീണതോടെ അനുരാജ് ബസ് വേഗത്തിൽ ഓടിച്ചുപോയി. അക്രമത്തിൽ യാത്രക്കാർ പ്രകോപിതരായതോടെ NPS ബസ് സുൽത്താന ബസ്സിനെ പിന്തുടർന്ന് റോഡിൽ തടഞ്ഞിട്ടു. പരിക്കേറ്റ കണ്ടക്ടറെ ആശുപത്രിയിലാക്കണമെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് ബസ് പോകാൻ സമ്മതിക്കുകയുള്ളൂവെന്നും യാത്രക്കാർ നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് ശ്രീകുമാർ NPSലെ യാത്രക്കാരനായ ഷംസീറിനെ മർദ്ദിച്ചത്. സ്വകാര്യ ബസ് ജീവനക്കാർ റോഡിൽ പരസ്പരം വെല്ലുവിളിക്കുന്നതും കയ്യേറ്റം ചെയ്യുന്നതുമെല്ലാം കൊച്ചി നഗരത്തിൽ പതിവ് കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഇത് ചോദ്യം ചെയ്യുന്ന യാത്രക്കാരെയും മർദ്ദിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഗുണ്ടാ സംഘങ്ങളിൽപ്പെട്ടവരാണ് നഗരത്തിലെ പല സ്വകാര്യ ബസ് ജീവനക്കാരുമെന്നും ആരോപണമുണ്ട്. പോലീസ് നടപടികൾ കർശനമാക്കിയില്ലെങ്കിൽ നിരത്തുകളിൽ ഇനിയും ചോര വീഴും. ന്യൂസ് 18 കൊച്ചി. +1 ക്ലാസ് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ പല സ്കൂളുകളിൽ നിന്നും റാഗിംഗ് പരാതികൾ ഉയരുന്നുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ +1കാരെ അകാരണമായി മർദ്ദിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കും ഇടനീരിനും പിന്നാലെ വെള്ളൂരിലും റാഗിംഗ് പരാതി. വിദ്യാനഗർ പോലീസ് 20 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്കൂളുകളിൽ റാഗിംഗ് വർദ്ധിച്ചതോടെ രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ്. +1 ക്ലാസുകൾ ആരംഭിച്ചതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകളിൽ റാഗിംഗ് വ്യാപകമാകുന്നു. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും എടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയും ക്രൂരമായ അക്രമത്തിന് ഇരയായതിനു പിന്നാലെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും റാഗിംഗ് നടന്നു. വെളിഞ്ച സ്വദേശിയും വെള്ളൂർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ 16-കാരനാണ് അക്രമത്തിന് ഇരയായത്. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ ഇട്ടില്ലെന്ന് പറഞ്ഞ് 4 +2 വിദ്യാർത്ഥികൾ ചേർന്നാണ് +1 വിദ്യാർത്ഥിയെ ചവിട്ടുകയും അടിക്കുകയും ചെയ്തത്.
അക്രമത്തിനിരയായ വിദ്യാർത്ഥിയെ മുള്ളേരിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം സംബന്ധിച്ച് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിയും ആദൂർ പോലീസിൽ പരാതി നൽകി. വെള്ളൂർ സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ ബസ്സിനകത്ത് വെച്ച് സംഘടനമുണ്ടായിരുന്നു. വീണ്ടും പ്രശ്നത്തിന് സാധ്യതയുണ്ടെന്ന സൂചനകളെ തുടർന്ന് +2 വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിരുന്നു. പ്രശ്നം ചർച്ച ചെയ്യാൻ PTA മീറ്റിംഗ് ചേരാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ +1 വിദ്യാർത്ഥി അക്രമത്തിന് ഇരയായി. കാലത്തെ ക്ലാസ്സിൽ പോയി ബാഗ് വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വന്ന അപ്പൊക്ക് +2കാർ വന്നിട്ട് ബട്ടൺ ഇടാൻ പറഞ്ഞു. അതിൽ പറ്റില്ല, ഓറ് കൂട്ടിയിട്ടാണ് പറ്റില്ല എന്ന് പറയുമ്പോൾ അടിച്ച്. ഫസ്റ്റ് ഒരാൾ തന്നെയാണ്, 2 ആൾ വന്ന, പിന്നെ അതിൻ്റെ ബാക്കിൽ കൂട്ടത്തോടെ വന്ന് തല്ലി. നെഞ്ഞിക്ക് ചവിട്ടല് ചെയ്തു, കാലിക്ക് മുറിയതിന് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. എടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെ അക്രമത്തിനിരയായ +1 വിദ്യാർത്ഥിയുടെ പരാതിയിൽ +2 വിദ്യാർത്ഥികളായ 20 പേർക്കെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്തു. പരാതിക്കാരനായ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി കൈപിടിച്ച് തിരിക്കുകയും തള്ളിയിട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒളയം സ്വദേശി കഴിഞ്ഞ ദിവസമാണ് അക്രമത്തിനിരയായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ പിന്തുടർന്നെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ താക്കോൽ കൊണ്ട് കുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. ക്ലാസ് നടക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാത്ത വിരോധമാണ് അക്രമത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. സ്കൂളിലും കോളേജിലുമൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ സൗഹൃദങ്ങളും പണമിടപാടുകളും രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും മക്കൾ ഏതെങ്കിലും കേസിൽ പെട്ട് കഴിയുമ്പോഴാണ് കുടുംബം പല ചതികളെക്കുറിച്ചും അറിയുന്നത്. മലപ്പുറം എടരിക്കോട് കാറിൽ കടത്തിയ MDMAയുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയും 2 യുവാക്കളും പിടിയിലായി. സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് +2 വിദ്യാർത്ഥിനിക്ക് പിടിവീണത്. കൂട്ടുപ്രതികളായ 2 പേരും സ്ഥിരം ലഹരിക്കടത്തുകാരെന്നാണ് വിവരം. എടരിക്കോട് മമ്മാലിപ്പടിയിൽ കൽപ്പകഞ്ചേരി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് MDMAയുമായി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയടക്കം 3 പേരെ പിടികൂടിയത്. സംഭവത്തിൽ മഞ്ചേരി ഇളങ്കൂർ സ്വദേശി കൊയിലാണ്ടി വീട്ടിൽ അനസ്, കോഴിച്ചന പെരുമണ്ണ പാടത്തേരി മുഹമ്മദ് ഷാനിൽ എന്നിവരെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹുണ്ടായ് ക്രെറ്റ കാറിലാണ് പ്രതികൾ MDMAയുമായി സഞ്ചരിച്ചിരുന്നത്. ഈ കാറും കസ്റ്റഡിയിലെടുത്തു. പ്രതികളിൽ നിന്ന് 1.24 ഗ്രാം MDMAയാണ് പിടിച്ചെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് കൊപ്പത്തെ ക്ഷേത്രത്തിലും തിരുവേഗപ്പുറയിലെ വീടുകളിലും മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. സഹപാഠികളും സുഹൃത്തുക്കളുമായ 6 പേരെ നാളുകൾക്ക് ശേഷമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കേസിൽ അറസ്റ്റിലായ 6 അംഗ കവർച്ചാ സംഘവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ക്ഷേത്രത്തിലും വീടുകളിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ തെളിവെടുപ്പിനിടെ കണ്ടെടുത്തിട്ടുണ്ട്. കൊപ്പം കരിങ്ങനാട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലും തിരുവേഗപ്പുറ വെളുത്തൂരിലെ വീടുകളിലും മോഷണം നടത്തിയ കേസിൽ പിടിയിലായ സംഘവുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. സഹപാഠികളും സുഹൃത്തുക്കളുമായ 6 പേരെയാണ് ഈ മാസം 4-ന് കൊപ്പം പോലീസ് പിടികൂടിയത്. കരിങ്ങനാട് കരിപ്പമണ്ണ ക്ഷേത്രത്തിൽ നിന്ന് വോട്ടറുകൾ ഉൾപ്പെടെയുള്ള പാത്രങ്ങളും വിളക്കുകളും അടക്കമാണ് മോഷ്ടിച്ചത്. വെളുത്തൂരിലെ വീടുകളിൽ നിന്നായി പാത്രങ്ങളും അടക്കയും സംഘം മോഷ്ടിച്ചിരുന്നു. കേസിൽ പിടിയിലായ പട്ടിത്തറ ആലൂർ സ്വദേശികളായ ആദിത്യൻ, മുഹമ്മദ് ഷിബിൽ, അശ്വിൻ, ശ്രീഹരി, തലക്കശ്ശേരി സ്വദേശി നവദത്ത്, കരിങ്ങനാട് സ്വദേശി വൈഷ്ണവ് എന്നിവരെയാണ് സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് കൊപ്പം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. റിമാൻഡിൽ കഴിയുകയായിരുന്ന പ്രതികളെ ബുധനാഴ്ചയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികൾ മോഷ്ടിച്ച സാധനങ്ങൾ വിറ്റ സ്ഥലങ്ങളിലെത്തി സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. എടപ്പാൾ, പൂനമൂച്ചി, ഓങ്ങല്ലൂർ, കള്ളാടിപ്പറ്റ, ചെമ്പ്ര, കൊപ്പം എന്നിവിടങ്ങളിലും പോലീസ് സംഘം തെളിവെടുപ്പിനായി എത്തി. SI അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് 18 പട്ടാമ്പി.
മുൻ MLA CC മുകുന്ദന്റെ പേരിൽ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയ കേസ് CPIയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായതാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ടാണ് മുകുന്ദനും പാർട്ടിയും തമ്മിൽ അകലുന്നത്. പാർട്ടി വിട്ടതിന് പിന്നാലെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം മസൂദിനെതിരെ മുകുന്ദൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒടുവിൽ കേസും അറസ്റ്റുമായിരുന്നു. തൃശൂർ അന്തിക്കാട് പോലീസാണ് മസൂദിനെ പിടികൂടിയത്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി തള്ളിയിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് മസൂദ് കെ വിനോദ് പോലീസ് വലയിലായത്. അന്തിക്കാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. CC മുകുന്ദന്റെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്നതാണ് മസൂദിനെതിരായ പരാതി. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദിനെ CPI ആണ് CC മുകുന്ദൻ MLA ആയിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി തയ്യാറായിരുന്നില്ല. മസൂദിനെ ചൊല്ലിയുള്ള തർക്കമാണ് CC മുകുന്ദനെയും CPIയെയും രണ്ട് തട്ടിലെത്തിച്ചത്. ന്യൂസ് 18 തൃശൂർ. ഇടുക്കിയിൽ 5 വർഷം മുൻപ് വനംവകുപ്പ് പിടിച്ചെടുത്ത JCB വിട്ടുകൊടുക്കാത്തതിൽ ഉടമയുടെ ആത്മഹത്യാ ഭീഷണി. JCBക്കുള്ളിൽ കയറി യുവാവ് പെട്രോൾ ഒഴിച്ചത് ആശങ്ക പരത്തി. കഞ്ഞിക്കുഴി സ്വദേശി അജീഷാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. JCB പിടിച്ചിട്ടതോടെ വലിയ കടബാധ്യതയായെന്നും ജീവിതം തകർന്നുവെന്നുമാണ് അജീഷിന്റെ ആരോപണം. പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഒടുവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വണ്ടി നോക്കിട്ടേ 2020 കഞ്ഞിക്കുഴിയിൽ വീട് നിർമ്മിക്കാനായി മണ്ണ് മാറ്റുന്നതിനിടെ വനംവകുപ്പിന്റെ സ്ഥലമാണെന്നാരോപിച്ച് JCB പിടിച്ചെടുത്തു എന്നാണ് യുവാവിന്റെ ആരോപണം. നഗരംപാറ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് കഞ്ഞിക്കുഴി വരിക്കമുത്തനിൽ നിന്ന് JCB പിടിച്ചെടുത്തത്. തുടർന്ന് നേര്യമംഗലം ചെമ്പൻകുഴി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. എന്നാൽ കോടതി ഉത്തരവുണ്ടായിട്ടും JCB വിട്ടുകൊടുക്കാൻ വനപാലകർ തയ്യാറാകുന്നില്ലെന്നും കഴിഞ്ഞ 5 വർഷം കൊണ്ട് വാഹനം പൂർണ്ണമായി നശിച്ചുവെന്നും ഉടമ അജീഷ് പറയുന്നു. JCB പിടിച്ചെടുത്തതോടെ വലിയ കടബാധ്യതയായെന്നും ജീവിതം തകർന്നു എന്നുമാണ് അജീഷിന്റെ ആരോപണം. തനിക്കുണ്ടായ നഷ്ടം തിരികെ കിട്ടാതെ പിന്നോട്ടു പോകില്ലെന്നും ഇയാൾ വ്യക്തമാക്കി. എന്റെ വണ്ടി വിട്ട് കിട്ടുന്ന കാര്യമോ ഇതിന്റെ അത് സംഭവം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും കടുത്ത നടപടികളുണ്ട്. എന്റെ സംരംഭം അല്ലെങ്കിൽ എനിക്ക് വേറെ മാർഗമില്ല. 5 വർഷക്കാലം വെയിറ്റ് ചെയ്തു. ഒരു മനുഷ്യകാരി എത്ര കാലം ഒരു വണ്ടി കിട്ടുന്നു പറഞ്ഞു. മണിക്കൂറുകൾക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കവളങ്ങാട് പഞ്ചായത്ത് ജനപ്രതിനിധികളും DFOയും ചേർന്ന് നടത്തിയ ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. അടുത്ത ദിവസം വീണ്ടും ചർച്ചകൾ നടത്തുമെന്നും പ്രശ്നപരിഹാരത്തിന് ശ്രമം ഉണ്ടാകുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. PSC ക്രമക്കേട് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ SP സക്രിയ മാത്യു, DYSP G അജയ്നാഥ് എന്നിവരുമുണ്ട്. കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന് 1 ദിവസത്തെ ജാമ്യം. സത്യപ്രതിജ്ഞ അസാധുവായ സാഹചര്യത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ജൂലൈ 13 വൈകിട്ട് 5 മുതൽ ജൂലൈ 14 രാത്രി 9 വരെയാണ് നെടുമങ്ങാട് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം കാപ്പ കേസിൽ കൂടി ജാമ്യം ലഭിച്ചാലേ സുഗതന് പുറത്തിറങ്ങാൻ കഴിയും. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചതായി പരാതി. നെഞ്ചുവേദനയുമായി വന്ന നെയ്യാറ്റിൻകര സ്വദേശി രാജേഷിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. വിദ്യാർത്ഥികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനിടെ 2 പേരെ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടി. പിടിയിലായത് തമിഴ്നാട് രാമനാഥപുരം സ്വദേശിയായ രജിക് അഹമ്മദ്, അസറുദ്ദീൻ ആരിഫ് എന്നിവർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂരിലെ റൂറൽ ജില്ലയിൽ പിടിച്ചെടുത്ത ലക്ഷങ്ങൾ വില വരുന്ന വൻ ലഹരിമരുന്ന് ശേഖരം കൂട്ടത്തോടെ കത്തിച്ച് ചാമ്പലാക്കി. 18 കിലോ കഞ്ചാവും 203 ഗ്രാം മെത്താഫിറ്റിനുമാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓട്ടുകമ്പനി ചൂളയിൽ കത്തിച്ചു കളഞ്ഞത്. വിനായകൻ എന്ന നടനെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. അഭിനയം കൊണ്ട് മാത്രം എത്രയോ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. എന്നാൽ അയാളുടെ സ്വഭാവവും പെരുമാറ്റവും
പലപ്പോഴും വെറുപ്പുളവാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടി വിനായകൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങാൻ പോയപ്പോഴുള്ള കാഴ്ച കണ്ടതല്ലേ? ഒരു കുട്ടിയോട് പോലും ഇങ്ങനെ പെരുമാറുന്ന അയാൾ ഒരു മനുഷ്യനാണോ? ഇതോടൊപ്പം വിനായകൻ മറ്റൊരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരത കൂടി അറിയണം. വിനായകനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളുടെ പ്രായപൂർത്തിയാകാത്ത മകളുടെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചുള്ള പ്രതികാരം. ആലപ്പുഴ സ്വദേശി വിനായകനെതിരെ ബാലാവകാശ കമ്മീഷന് പരാതി നൽകി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ നടനെതിരെ മാവേലിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുട്ടികളോട് പോലും മാന്യത കാണിക്കാത്ത വിനായകൻ ഒരു സാമൂഹ്യദ്രോഹിയാണ്. സെലിബ്രിറ്റി എന്ന പരിഗണന കൊടുക്കാതെ അയാളെ മര്യാദ പഠിപ്പിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കഴിയണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും.